വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മലബാറിൻ്റെ സ്വന്തം ബീഫ് പെട്ടിപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. ഇഫ്താർ ടൈമിലും ചായയുടെ കൂടെ സ്നാക്കായിട്ടും അതുപോലെ ഡിന്നർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റമാണിത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും കഴിയും. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനു മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബീഫ് പെട്ടിപ്പത്തിൽ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്കിതിൻ്റെ ഡോ തയ്യാറാക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് തന്നെ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. എന്നിട്ടിതാ ഇത് നന്നായിട്ട് കുഴച്ച് ഡോ നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. എന്നിട്ട് അതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീഫ് പെട്ടിപ്പത്തിലിന് ആവശ്യമുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ടൊരു പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച സ്മെല്ലൊക്കെ പോവണം. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 7 പെട്ടിപ്പത്തിൽ തയ്യാറാക്കാനുള്ള മസാല ഉണ്ട്. നിങ്ങൾക്ക് ഇതിലും കൂടുതൽ പെട്ടിപ്പത്തിൽ തയ്യാറാക്കണമെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിനനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി. ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇത് ബീഫാണ്. ബീഫ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒരല്പം വെള്ളത്തിൽ വേവിച്ചതാണ്. ഇനി ഇതാ ഇതിലെ പീസസൊക്കെ എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ബീഫ് കുക്ക് ചെയ്ത് വരുന്ന ഈ ഒരു സ്റ്റോക്കില്ലേ അത് കളയരുത്. അത് നമുക്ക് ഈ മസാല തയ്യാറാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇനി ഇതാ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് അടിച്ചെടുക്കരുത്. എന്നിട്ട് ഇതാ ഉള്ളി വഴറ്റിയ ആ മസാലയിലേക്ക് ബീഫ് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫിന് പകരം ചിക്കൻ വെച്ചിട്ട് ഈ ഒരു സ്നാക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു മിക്സ് ഒരുപാട് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നേരത്തെ നമ്മൾ മാറ്റി വെച്ച ബീഫ് വേവിച്ച സ്റ്റോക്ക് ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഈ മിക്സ് ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ നേരത്തെ ചേർത്തതുപോലെ ബീഫ് വേവിച്ച സ്റ്റോക്ക് ഒരല്പം ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ബീഫ് പെട്ടിപ്പത്തിലിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല ഒന്ന് തണുക്കാനായിട്ട് കുറച്ച് നേരം മാറ്റി വെക്കാം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ച ഡോവിന്ന് ഒരല്പം മാവ് എടുത്തിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. അതിനുശേഷം ഈ മാവ് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നല്ല കനം കുറച്ചിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് വട്ടത്തിൽ പരത്തിയെടുക്കണ്ട, ഒരു പൂരീൻ്റെ സൈസിലൊക്കെ പരത്തിയെടുത്താൽ മതി. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ല തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച മസാല നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു കോഴിമുട്ട പുഴുങ്ങിയിട്ട് അതിൻ്റെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി മസാലയുടെ മുകളിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ പരത്തിയെടുത്ത ചപ്പാത്തിയുടെ അതേ സൈസിൽ വേറൊരു ചപ്പാത്തി കൂടി പരത്തിയെടുത്തിട്ട് ആ ചപ്പാത്തി കൊണ്ട് ഈ ഒരു ചപ്പാത്തിയെ കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജസൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ചപ്പാത്തിയാക്കി എടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ എഡ്ജസും ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എഡ്ജസിൽ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കൂടി വരും. സത്യം പറഞ്ഞാൽ ഇത് ഡിസൈൻ വരാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ എഡ്ജസ് എല്ലാം നല്ല ഒട്ടിപ്പിടിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ഈ പെട്ടിപ്പത്തിലും ഇറച്ചിപ്പത്തിലൊക്കെ കട്ട് ചെയ്യാനായിട്ടൊരു സ്പെഷ്യൽ കട്ടറുണ്ട്. അത് വെച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാനും കഴിയും. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഡിസൈനും വരും. എഡ്ജസൊക്കെ നന്നായിട്ട് സീലായി കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇതാ ഫസ്റ്റ് പെട്ടിപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പെട്ടിപ്പത്തിൽ കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം.
ഈ ഒരു പത്തിൽ ചെയ്തപ്പോൾ കോഴിമുട്ടയുടെ മഞ്ഞക്കാരും മുകളിലേക്കാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പത്തിരിയുടെ ഷേപ്പിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് താഴേക്കാക്കി വെക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ ഒരു പത്തിലും ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഡിസൈൻ മാത്രമല്ല കേട്ടോ, നേരത്തെ പറഞ്ഞതുപോലെ സൈഡ്സൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫോർക്ക് ഇല്ലെങ്കിലും പ്രശ്നമില്ല. അതിൻ്റെ എഡ്ജസൊക്കെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇതിൻ്റെ എഡ്ജസൊക്കെ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചോളും. ഇപ്പോൾ ഈ പെട്ടിപ്പത്തിലും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കുറച്ച് പണിയായിട്ട് തോന്നും, പക്ഷേ ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ കഴിയും. ഇപ്പോൾ പത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഹീറ്റിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ പെട്ടിപ്പത്തിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലുള്ള ഫ്രൈ പാന് പകരം കുറച്ചുകൂടെ കുഴിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് പെട്ടിപ്പത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രൈ ആയിട്ട് നല്ല പൊങ്ങി വരിക. അപ്പോൾ നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഒന്നുകൂടെ കുഴിയുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ശരിയായിട്ട് നല്ല പൊങ്ങി വരും. അങ്ങനെ ഈ ഒരു പത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പത്തിലെല്ലാം ഞാൻ കുറച്ചുകൂടെ കുഴിയുള്ള വേറൊരു പാത്രത്തിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബീഫ് പെട്ടിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ട് അകത്തൊരു കോഴിമുട്ടയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയൊക്കെ വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇത് അത്യാവശ്യം ഹെവി ആയതുകൊണ്ട് തന്നെ ഇത് സ്നാക്കായിട്ട് മാത്രമല്ല ഡിന്നർ ടൈമിലും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്നാക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഇഫ്താർ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്കായിട്ട് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.